സഫിഷ്യൻ്റ് എസ്റ്റിമേറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് എക്സ് ബാർ ഇസ് സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഓഫ് പി when samples of size are taken from a binomial population with parameters n and p n is given. Okay, so നമുക്ക് സഫിഷ്യൻ്റ് എസ്റ്റിമേറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണുള്ളത്. ഇവിടെ സാമ്പിൾസ് ഒക്കെ എടുത്തിരിക്കുന്നത് ഒരു ബൈനോമിയൽ പോപ്പുലേഷനിൽ നിന്നാണ്. സാമ്പിൾസ് എടുത്തിരിക്കുന്നത് ഒരു ബൈനോമിയൽ പോപ്പുലേഷൻ എന്നാണ്. ആൻഡ് ഇറ്റ് ഹാസ് പാരാമീറ്റേഴ്സ് ക്യാപിറ്റൽ എന്നും പിയും. ഈ n ഗിവൺ ആണെന്ന് വിചാരിക്കുക. സോ ബേസിക്കലി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് പി ആണ്, സിൻസ് പി ഈസ് അൺനോൺ. ഓക്കെ, സോ നമുക്ക് കാണിക്കണം എക്സ് ബാർ എന്താണ്, സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഓഫ് പി ആണെന്ന് കാണിക്കണം. ഓക്കെ, എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെയും നമ്മൾ സെയിം ഫാക്ടറൈസേഷൻ തിയറം തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഹിയർ, എക്സൈസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് ബൈനോമിയലാണ് വിത്ത് പാരാമീറ്റേഴ്സ് ക്യാപിറ്റൽ എൻ ആൻഡ് പി. ഓക്കെ, സോ നമുക്ക് ബൈനോമിയലിൻ്റെ പി എം എഫ് എഴുതാലോ. എന്താ പി എം എഫ് വരിക? എഫ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് എൻ സി എക്സ് പി പവർ എക്സ് ഐ 1 മൈനസ് പി എൻ മൈനസ് എക്സ് ഐ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എക്സ് ബാർ പിക്ക് സഫിഷ്യൻ്റ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇതിൻ്റെ ലൈക്ലിഹുഡ് എഴുതും, സാമ്പിളിൻ്റെ ലൈക്ലിഹുഡ് എഴുതും. ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എഫ് ഓഫ് എക്സ് ഐ ആണ്, വെർ ഐ ഈസ് ഫ്രം 1 to n. ഓക്കെ, സോ പ്രോഡക്റ്റ് എഫ് ഓഫ് എക്സ് ഐ എന്ന് പറയുമ്പം ആദ്യം എൻ സി എക്സ് എന്നല്ലേ ഉള്ളത്. സോ നമുക്ക് ആദ്യം എൻ സി എക്സ് വൺ ഉണ്ടാവും. പി പവർ എക്സ് വൺ 1 മൈനസ് പി എൻ മൈനസ് എക്സ് വൺ. ഓക്കെ, ഇത് എക്സ് വണ്ണിൻ്റെ എന്താ പറയുക, എഫ് ഓഫ് എക്സ് ഐയിൽ വെൻ ഐ ഇസ് ഈക്വൽ ടു 1. ഇനി ഐ ഇസ് ഈക്വൽ ടു 2 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, എൻ സി എക്സ് 2. ഇവിടെ എക്സ് ഐ എന്ന് വേണേ, എൻ സി എക്സ് 2 പി പവർ എക്സ് 2 1 മൈനസ് പി എൻ മൈനസ് എക്സ് 2. ഓക്കെ, ഇനി ലാസ്റ്റ് ഐ വാല്യൂ എന്താണ്, എൻ ഇട്ട് കൊടുക്കുക. സോ എൻ സി എക്സ് എൻ സ്മോൾ ലെറ്റർ എൻ ആണ്, പി പവർ എക്സ് എൻ 1 മൈനസ് പി എൻ മൈനസ് എക്സ് എൻ. ഓക്കെ, ഇത്ര എഴുതിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ കൂടെ കമ്പൈൻ ചെയ്ത് എഴുതി കൊടുക്കുക. ആദ്യം നമുക്ക് എന്തുണ്ട്, എൻ സി എക്സ് വൺ ഉണ്ട്. സി ഹിയർ വി ഹാവ് എൻ സി എക്സ് വൺ, ഇവിടെ നമുക്ക് എൻ സി എക്സ് ടു ഉണ്ട്, ആൻഡ് ഇതുപോലെ എൻ സി എക്സ് എൻ ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എൻ സി എക്സ് വൺ എൻ സി എക്സ് ടു ആൻഡ് സോ ഓൺ ടിൽ എൻ സി എക്സ് എൻ വരെ. ഓക്കെ, പിന്നെയുള്ള ടേം എന്താ, പി പവർ എക്സ് വൺ ഉണ്ട്, ഇവിടെ പി പവർ എക്സ് ടു ഉണ്ട്, ഇവിടെ പി പവർ എക്സ് എൻ ഉണ്ട്. സോ പി പവർ x1 into p power x2 plus etc. P power x1 into p power x2 into etc. into p power xn എനിക്ക് എങ്ങനെ എഴുതാം, p power x1 plus x2 plus etc. plus xn എന്ന് എഴുതിക്കൂടെ. പിന്നെ ഉള്ളത് 1 minus p n minus x1 n minus x2 and so on till n minus xn. അതിന് എനിക്ക് എങ്ങനെ എഴുതാം, കമ്പൈൻ ചെയ്തിട്ട് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 minus p the whole power n minus x1 1 minus p the whole power n minus x2 1 minus p the whole power n minus xn വരെ അങ്ങനെ. ഓക്കെ, സോ ഈ ക്യാപിറ്റൽ എൻ എന്നിട്ട് നമ്മൾ n ടൈംസ് സം ചെയ്യുന്നുണ്ട്, മൈനസ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn. ഓക്കെ, സോ ഇതിനെ ഒന്ന് ക്ലബ് സം ചെയ്ത് എഴുതുമ്പോൾ എൻ സി എക്സ് വൺ NC x2 etc. NC xn p power x1 plus x2 plus etc. plus xn. I can write it as summation xi, I is from 1 to n, and 1 minus p nn minus x1 plus x2 plus etc. plus xn എങ്ങനെ എഴുതാം, summation xi, I is from 1 to n. ഓക്കെ, ഇനി എനിക്ക് എന്താ അറിയാം, സി എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/n സമ്മേഷൻ എക്സ് ഐ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് സമ്മേഷൻ എക്സ് ഐ ആസ് n ഇൻറ്റു എക്സ് ബാർ. ഓക്കെ, സോ എൻ സി എക്സ് വൺ എൻ സി എക്സ് ടു ആൻഡ് സോ ഓൺ ടിൽ എൻ സി എക്സ് എൻ പി പവർ ഇൻസ്റ്റെഡ് ഓഫ് സമ്മേഷൻ എക്സ് ഐ ഞാൻ എന്ത് എഴുതും, എൻ എക്സ് ബാർ എന്ന് എഴുതും. സോ സമ്മേഷൻ എക്സ് ഐക്ക് പകരം എൻ എക്സ് ബാർ എന്ന് എഴുതുക. 1 മൈനസ് പി എൻ എൻ മൈനസ് സമ്മേഷൻ എക്സ് ഐക്ക് പകരം എൻ എക്സ് ബാർ എന്ന് എഴുതാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, സോ നമ്മൾ ലൈക്ലിഹുഡിനെ ജി തീറ്റ ഓഫ് ടി എക്സ് ഇൻറ്റു
എച്ച് ഓഫ് എക്സ്. എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് അല്ലേ. സോ ഇവിടെ നമ്മൾ ലൈക്ലിഹുഡിനെയാണ് എങ്ങനെ എഴുതിയിട്ടുള്ളത്, ഈ ഒരു ഫോമിലേക്ക് എഴുതിയിട്ടുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, എൻ സി എക്സ് വൺ ഇൻറ്റു എൻ സി എക്സ് ടു എക്സെട്ര ഇൻറ്റു എൻ സി എക്സ് എൻ. ഇവിടെ പാരാമീറ്റർ പി ഇൻവോൾവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. സോ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ. സി എൻ സി എക്സ് വൺ, എൻ സി എക്സ് ടു, എൻ സി എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ. അത് നമ്മൾ എച്ച് ഓഫ് എക്സ് എന്ന് എടുക്കുക. ഓക്കെ, നിങ്ങൾക്കത് ജി തീറ്റ ഓഫ് ടി എക്സ് എടുക്കുന്നതിന് പകരം ജി തീറ്റ ഓഫ് ടി എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എടുക്കുന്നതിന് പകരം L1 ഇൻറ്റു L2 എന്ന് എടുക്കാം, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് പോലെ. അത് നിങ്ങളെ ഇഷ്ടമാണ്. നമ്മൾ ഓരോന്നും എന്താണെന്ന് പറയുന്നത്. അതായത് ബേസിക്കലി നമ്മൾ ലൈക്ലിഹുഡിനെ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ ആയിട്ടും അതേപോലെ തീറ്റേനെയും എക്സിനെയും ത്രൂ ടി ഓഫ് എക്സിലൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നതും അതുപോലെയുള്ള ഒരു ഫംഗ്ഷനുമായിട്ട് എഴുതണം. സോ ആദ്യത്തെ ഈ എൻ സി എക്സ് വൺ, എൻ സി എക്സ് ടു അങ്ങനെ എൻ സി എക്സ് എൻ വരെ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ ആണ്. സോ നമ്മൾ അതിനെ എച്ച് ഓഫ് എക്സ് എന്ന് വിളിച്ചു. ഇനി അടുത്ത ടേം എന്താണ്, പി പവർ എൻ എക്സ് ബാർ ഇൻറ്റു 1 മൈനസ് പി ദ ഹോൾ പവർ എൻ എൻ മൈനസ് എൻ എക്സ് ബാർ. സോ ഇവിടെ നമ്മളെ പിയിൽ എന്താണ്, സോ ജി തീറ്റ ഓഫ് ടി എക്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ്, ജി തീറ്റ ഓഫ് ടി എക്സ്. അതായത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പി ത്രൂ എക്സ് ബാർ അല്ലേ. സോ പി പവർ എൻ എക്സ് ബാർ 1 മൈനസ് പി ദ ഹോൾ പവർ എൻ എൻ മൈനസ് എൻ എക്സ് ബാർ. സോ നമുക്ക് എന്ത് പറയാം, സോ g theta of tx it depends on p and x through the value of t of x. ഇവിടെ ഫംഗ്ഷൻ ഓഫ് ഒരു സാമ്പിൾ വാല്യൂ ആയിട്ടുള്ളത് എന്താണ്, എക്സ് ബാർ ആണ്. സോ വി ക്യാൻ സീ ദാറ്റ് എക്സ് ബാർ എന്താണ്, സഫിഷ്യൻറ്റ് ഫോർ പി അല്ലേ. നമ്മൾ ലൈക്ലിഹുഡിനെ എന്താണ് ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ ആയിട്ടും അതേപോലെ വേറെ അനദർ ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ പാരാമീറ്റർ ആൻഡ് എക്സ് ത്രൂ പാരാമീറ്റർ ആൻഡ് എക്സ് ത്രൂ ദ വാല്യൂ ഓഫ് ടി ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ എൻ സി എക്സ് വൺ, എൻ സി എക്സ് ടു അങ്ങനെ എൻ സി എക്സ് അത് ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ വിച്ച് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാരാമീറ്റർ പി. സോ നമ്മളതിനെ എച്ച് ഓഫ് എക്സ് എന്ന് വിളിച്ചു. ആൻഡ് വി ഹാവ് അനദർ ഫംഗ്ഷൻ പി പവർ എൻ എക്സ് ബാർ 1 മൈനസ് പി ദ ഹോൾ പവർ എൻ എൻ മൈനസ് എൻ എക്സ് ബാർ. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ട് എന്ത് മനസ്സിലാവും, സോ ഇത് ഇറ്റ്സ് എ ജി തീറ്റ ഓഫ് ടി എക്സ് എന്ന് വിളിച്ചു. അതിന് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ബാർ ആൻഡ് പി. ഓക്കെ, സോ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ബാർ ആൻഡ് പി ഓൺലി. സോ എക്സ് ബാർ എന്താണ്, സഫിഷ്യൻറ്റ് ഫോർ പി. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കൊടുക്കാനേ ഉള്ളൂ. ഓക്കെ.